ധാരാളവോ വർണ്ണിപ്പാൻ ബേത്ലഹേമിൽ എന്നുളവായ മഹാശ്ചര്യം കൊണ്ടുബുധന്മാർ വിസ്മിതരായി ഒരു പൈതലിതാ പുൽക്കൂട്ടിൽ കീറത്തുണിയിൽ മേവുന്നു. കാഴ്ചയിൽ അവൻ എളിയോനെന്നാൽ ഭ്രമമാഗ്നേയ കേറ്റുന്നോൻ മാനവജന്മം പൂണ്ടോനാം ദൈവതനൂജനിവൻ സത്യം പാർക്കുമോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, 2025 ക്രിസ്തുമസ് ആഗതമായിരിക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെയും ദൈവകൃപയുടെയും സുദിനമായാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. ഒപ്പം ഓരോ പെരുന്നാളിനോടും ചേർന്ന് നാം ഉപവസിക്കുകയും നോമ്പ് നോക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ ചിന്തയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യുന്നില്ല, ആഗ്രഹിക്കാത്ത തിന്മയോ ചെയ്യുന്നു. ക്രിസ്തീയ മൂല്യമുള്ള ആഘോഷങ്ങൾ വികലമാക്കപ്പെടുന്ന ഒരു കാലത്തിൽ കൂടി നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പുതുതലമുറ എന്നു വേണ്ട എല്ലാവരും ഫാസ്റ്റ് ഫുഡിൻ്റെയും പ്രഹസനങ്ങളുടെയും കാലത്താണ്. ദൈവവിശ്വാസത്തിലപ്പുറം ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ പോരെ എന്ന് ഒരു പുറം. ന്യായപ്രമാണവും ദൈവകൃപയും തമ്മിലുള്ള വലിയൊരു പോരാട്ടത്തിൻ്റെ സാക്ഷ്യമാണ് ക്രിസ്തുമസ്. നിയമങ്ങൾ പാലിച്ചുകൊണ്ട് രക്ഷ നേടുന്നതല്ല, മറിച്ച് ക്രിസ്തുവുമായുള്ള ബന്ധത്തിലൂടെ ഫലം പുറപ്പെടുവിക്കാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ന്യായപ്രമാണം മോശമാണെന്ന് പൗലോസ് പറയുന്നില്ല. മോഹിക്കരുത് എന്ന കൽപ്പന ഇല്ലാതിരുന്നെങ്കിൽ മോഹം പാപമാണെന്ന് ഞാൻ അറിയുമായിരുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ഒരു രോഗി എക്സ്റേ എടുക്കുന്നതിലൂടെ രോഗനിർണയം നടക്കുന്നുവെങ്കിലും ഒരിക്കലും ആ രോഗം മാറിപ്പോകുന്നില്ല. അതുപോലെ ന്യായപ്രമാണം നമ്മുടെ പാപത്തെ കാണിച്ചു തരുന്നു, പക്ഷെ അത് മാറ്റാൻ പാപത്തെ ചുമന്നൊഴിച്ച കുഞ്ഞാടിൻ്റെ രക്തം തന്നെ വേണം. പലപ്പോഴും നല്ല തീരുമാനങ്ങൾ എടുക്കുന്നു, എന്നാൽ പഴയ സ്വഭാവങ്ങളിലേക്ക് വീണ്ടും വീണു പോകുന്നു. നമ്മുടെ സ്വന്തം ശക്തിയാൽ പാപത്തെ ജയിക്കാൻ നമുക്ക് കഴിയില്ല, ന്യായപ്രമാണത്താലും സാധ്യമല്ല. മറിച്ച് ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെയുമാണ് അത് സാധ്യമായി തീരുന്നത്. അത് ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തുമസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ ദൈവത്തിൻ്റെ നല്ല കൃപയും സ്നേഹവുമാണ്. ഏറ്റവും വലിയൊരു ബലിയായാണ് ആ പുത്രനെ നമ്മളെ ഭൂമിയിലെ ഭൂജാതനാക്കി തന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പുതുവർഷം ഈ തിരിച്ചറിവോടെ മുന്നേറാനും നമുക്ക് അതിനായി പ്രവർത്തിക്കാനും സാധ്യമായി തീരട്ടെ. ഓരോ പെരുന്നാളുകളും മുമ്പുമുള്ള നോമ്പും ധ്യാനവും എല്ലാം അത് നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കണം. കാലത്തിനനുസരിച്ച് നമുക്ക് രൂപാന്തരപ്പെടാനായിട്ട് സാധിക്കണം. എവിടെയാണ് ഞാൻ വീണു പോയത്? എവിടേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നത്? എന്താണ് ക്രിസ്തീയ സാക്ഷ്യം എന്ന് നമ്മെ തന്നെ സ്വയം ഉത്ബോധിപ്പിക്കുന്നതായിരിക്കണം. അത്തരത്തിൽ നമ്മൾ തന്നെ ക്രമീകരിക്കാൻ ആ സ്വർഗത്തിലെ ദൈവം നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറുകയും ചെയ്യുമാറാകട്ടെ.